രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയൊരുക്കുന്ന ഇടത്ത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി അവരുടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിൽ അണിചേരാൻ ജനങ്ങളോട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലെ സമരത്തിൽ പങ്കാളികളാകാനാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ എത്രമാത്രം സുരക്ഷയുണ്ടോ നമുക്കറിയാം. ആ സുരക്ഷാ ക്രമീകരണങ്ങളെയും ആ സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടേക്കാണ് ഒരു മിന്നൽ പിളർപ്പ് പോലെ ഈ സമരത്തിനായി നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മറുപടി നൽകാൻ നിൽക്കാതെ ഒളിച്ചോടണം എന്നാണ് പ്രധാനമന്ത്രിയുടെ വിശ്വാസമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഒരുപക്ഷെ നേരത്തെ ബാലു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു സമരം ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്ന്. ഒരിക്കൽ പോലും അനുവദിക്കാത്ത ഇടത്ത് അത്രമാത്രം സുരക്ഷ രാജ്യമൊരുക്കുന്ന ഇടത്താണ് ഈ പ്രതിഷേധവുമായി നേതാക്കളൊക്കെയും നിൽക്കുന്നത്. ഇവരെ അവിടെ നിന്ന് മാറാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. അവർ മാറാൻ തയ്യാറാകുന്നില്ല. മാറ്റുമോ, എന്താണ് അടുത്തതെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളൊക്കെ, അല്ലെങ്കിൽ ആ തരത്തിൽ ഉറ്റുനോക്കുമ്പോഴാണ് കൂടുതൽ ആളുകളോട് അതേ സ്ഥലത്തേക്ക് പ്രതിഷേധത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ആഹ്വാനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. തീർച്ചയായും അല്പസമയം മുമ്പാണ് തന്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിലൂടെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത്. അതായത് ജനങ്ങൾ, രാജ്യസ്നേഹികളായ എല്ലാ ഇന്ത്യക്കാരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്ന ഈ ധർണയിൽ പങ്കാളിയാകണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശബ്ദം ഒരു കാരണവശാലും മാറ്റിവെക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ വിചാരം മറുപടി നൽകാതെ ഒളിച്ചോടാൻ സാധിക്കുമെന്നാണ്. ഇത്തവണ അത് നടക്കില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ന്യായവും നീതിയും ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ നടക്കുന്ന ഈ ധർണയിൽ പങ്കാളിയാകണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ജിതേന്ദ്ര സിംഗിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രണ്ട്, പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ രണ്ട് സഭകളിലും ഈ പോലീസ് നടപടിയെക്കുറിച്ച്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന രൂക്ഷമായ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ ചർച്ച ഈ ധർണ അവസാനിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് ഇത്തവണ എപ്പോഴും മറുപടി നൽകാതെ ഒളിച്ചോടാമെന്നുള്ള പ്രധാനമന്ത്രിയുടെ വിശ്വാസം ഇത്തവണ അത് നടക്കില്ല എന്നുള്ളതാണ് എക്സിലൂടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. കൂടുതൽ ജനങ്ങളോട് ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിലേക്ക് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രാജ്യത്തെ യുവത അവർ എന്തെന്നില്ലാതെ ഒരു കൊടിയുടെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ പിന്തുണ പേറാതെ കൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം അവർ തുടങ്ങുന്നത്. ആ പ്രതിഷേധം രാജ്യമാകെയും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതിഷേധവുമായി എത്തുന്നത്. എന്തായാലും പൂർണ്ണമായും അനീതിയും അല്ലെങ്കിൽ അക്രമവും ആ വിദ്യാർത്ഥി സമൂഹം, യുവത ഒന്നാകെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് സമരമുഖത്തേക്ക് ഞങ്ങളുണ്ടെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട്, ഞങ്ങളുണ്ടെന്നുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഇപ്പോൾ യുവതയ്ക്കൊപ്പം വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം ചേർന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സമരവുമായി രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും ആരും ഏറ്റെടുക്കാതിരുന്ന ഒരു സമരത്തിലാണ്, ആ സമരത്തിന് നേരെ, ആ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ, ഒരു നേതാവും ഒഴിയാതെ എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാകെ സമരവുമായി എത്തിയിരിക്കുന്ന കാഴ്ച രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അടുത്ത സംഭവിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ എത്ര നേരം ഇങ്ങനെ തുടരാനാകും ഈ സമരവുമായി, എത്ര നേരം ഇവിടെ അവരെ തുടരാൻ അനുവദിക്കും പോലീസ് എന്നുള്ളത് പ്രധാനമാണ്. അത് എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് കടന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നേരത്തെ ചില നേതാക്കളെയൊക്കെ, ജീൻ കുര്യാക്കോസ് എം പി, പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ രണ്ടിടങ്ങളിലേക്കാണ്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. ഒരുപക്ഷെ ഐതിഹാസികമെന്നൊക്കെ നമുക്ക് പറയാനാകുന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടക്കുന്ന ഈ സമരത്തിനെ ആ തരത്തിലൊക്കെ ഒരുപക്ഷെ വിശേഷിപ്പിക്കാനാകും. എന്തായാലും വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം ഉണ്ട്, അവർക്കായി ഞങ്ങളുണ്ട് എന്നുള്ള പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പ്രതിപക്ഷം, ഇന്ത്യൻ കോൺഗ്രസ് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.